ഇസ്രായേലിനെതിരെ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നു. സംഘർഷം 8-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെഹ്റാനിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ലോകത്താകെ അഭ്യൂഹങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് വൈറ്റ് ഹൌസ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ വേണ്ടയോ എന്ന് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുമെന്നാണ് ജൂൺ 19 വൈറ്റ് ഹൌസ് അറിയിച്ചത്. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഗണ്യമായ സാധ്യതയുണ്ടെന്ന് ട്രംപ് ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നു. ഓപ്ഷനുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രസിഡന്റ് എപ്പോഴും നയതന്ത്രപരമായ പരിഹാരത്തിൽ താൽപ്പര്യമുള്ളയാളാണ്. അദ്ദേഹം സമാധാന നിർമ്മാതാവാണെന്നും സമാധാനം നിലനിർത്താൻ ശക്തിയുള്ള പ്രസിഡന്റാണെന്നും ലെവിറ്റ് പറഞ്ഞു. അതിനവസരമുണ്ടെങ്കിൽ പ്രസിഡന്റ് എപ്പോഴും അത് നേടിയെടുക്കുമെന്നും എന്നാൽ ശക്തി ഉപയോഗിക്കാനും അദ്ദേഹം ഭയപ്പെടുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ടെഹ്റാനുമായുള്ള ഏതൊരു കരാറിനും യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിക്കുകയും ഇറാന്റെ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരായ ഏതെങ്കിലും സൈനിക നടപടിക്ക് ട്രംപ് കോൺഗ്രസിന്റെ അനുമതി തേടുമോ എന്ന് പറയാൻ ലിവിറ്റ് വിസമ്മതിച്ചു. ഇറാൻ ആണവായുധം നേടുന്നതിന് മുൻപെന്നത്തേക്കാളും അടുത്താണെന്ന് വൈറ്റ് ഹൌസിന് ഇപ്പോഴും ബോധ്യമുണ്ട്. വ്യാഴാഴ്ച ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ട്രംപിന് വിശദീകരണം ലഭിച്ചതായി ലിവിറ്റ് സ്ഥിരീകരിച്ചു. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണത്തിന് പിന്നാലെയാണ് സംഭവം. ഇസ്രായേൽ ആശുപത്രിയിലാണ് ആക്രമണം നടന്നത്. ആണവായുധങ്ങൾ തുടരുകയും ചർച്ചകളിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്താൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.